നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാൽ കേക്കാണ്. ഇത് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പാൽ കേക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 240 ml കപ്പാണ് 1 കപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നല്ലപോലെ മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഷുഗർ സിറപ്പ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കയ്യിൽ നമ്മളിങ്ങനെ ഇത് തിളച്ച് വരുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ നല്ലപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവം. ആ പരുവം ആകുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. കാരണം നമ്മൾ 1 സ്ട്രിങ് കൺസിസ്റ്റൻസിലേക്ക് കറക്റ്റായിട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വന്നതിന് ശേഷം ഓഫ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സ്ട്രിങ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ നല്ല പോലെ ഒട്ടിപ്പിടിക്കുന്ന പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 സ്ട്രിങ് കൺസിസ്റ്റൻസിൽ കറക്റ്റ് ആയതിന് ശേഷം ഓഫ് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ നൂൽപ്പരുവം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവം വരുമ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പരുവം വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ പാൽ കേക്ക് വളരെയധികം ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 തുള്ളി നാരങ്ങനീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്രിസ്റ്റലൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നാരങ്ങനീരായാൽ നമ്മുടെ പാൽ കേക്കിന് പുളിപ്പ് രസം വരും. അതുകൊണ്ട് 1-2 തുള്ളി മാത്രം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാൽ കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് പാൽ കേക്കിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 2 കപ്പ് 240 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദപ്പൊടി വെച്ചിട്ടും ഈ പാൽ കേക്ക് റെഡിയാക്കാം. അപ്പോൾ മൈദപ്പൊടി വെച്ചിട്ട് റെഡിയാക്കുന്നത് ഞാൻ ആദ്യമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മറ്റ് ചേരുവകളെല്ലാനും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ എന്ത് സാധനം ചേർത്ത് കൊടുത്താലും അതൊക്കെ റൂം ടെമ്പറേച്ചറിലാവാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ്ക്ക് പകരമായിട്ട് വെണ്ണയുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഒരു നുള്ളു സോഡാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ളു മതി. എന്നിട്ട് ഇത് ആദ്യം തന്നെ നമുക്ക് 1 ടീസ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. അതിന് ശേഷം മാത്രമാണ് നമ്മൾ പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുന്നത്. ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിത് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് വേണമെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കൈ തൊട്ട് നോക്കുമ്പോൾ ഇളം ചൂടുള്ള പാൽ വേണം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാക്കിയിട്ട് മാറ്റാം. അപ്പോൾ നല്ലപോലെ ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇപ്പോൾ ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലപോലെ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കി ഇട്ടിരുന്നതാണ്. അവിടേക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഇത് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ഒന്നും കൂടി തേച്ച് കുഴച്ചെടുക്കാം. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽ കേക്ക് റെഡിയാക്കി കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ ഇതങ്ങ് കൈവച്ചിട്ട് തേച്ച് നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ.
ഇപ്പോൾ ദാ ഞാൻ ഇതേപോലെ നല്ലപോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിയുടെ പരത്തുന്ന കോലുണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ കോല് വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം തിക്നെസ്സിൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പരത്തി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് തിക്നെസ് കുറയും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ചായക്കടയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് കട്ടിയിൽ തന്നെയാണ് നമ്മുടെ പാൽ കേക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിത് പരത്തിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ ഇത് പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നമ്മുടെ പാൽ കേക്കിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സൈഡുകൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മുടെ മാവൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാണാനൊരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സൈഡ് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് വീണ്ടും ഇതൊന്ന് കുഴച്ചിട്ട് നമുക്ക് വീണ്ടും കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തോരം വലിപ്പം വേണം അതിനനുസരിച്ച്, അതേപോലെ തിക്നെസ് വേണം, വീതി വേണം, അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ ചെറിയ പാൽ കേക്ക് ആണെങ്കിൽ നമുക്ക് എണ്ണത്തിൽ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരുപാട് നീളമുണ്ട്. അത് തന്നെ ഞാനിപ്പോൾ 2 പീസായിട്ടാണ്, അതായത് ഈ ഒരു നീളത്തിലുള്ള ഒരു പീസ് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മൊത്തത്തിലങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ദാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്ര ഒരു വലുപ്പത്തിൽ ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത്ര ഒരു തിക്നെസ്സിൽ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ഇതാ ഓയിൽ നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാൽ കേക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഇടുന്ന സമയത്ത് ഓയിലിൻ്റെ ചൂട് ഒരു മീഡിയം ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇത് പാൽ കേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതല്ലെങ്കിൽ പുറം പെട്ടെന്ന് കരിഞ്ഞിട്ട് ഉള്ളിൽ ഒട്ടും വേകാതിരിക്കും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരേക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പാൽ കേക്ക് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഷുഗർ സിറപ്പിലേക്ക് മാറ്റാം. ഇപ്പോൾ ദാ ഞാൻ പാൽ കേക്ക് ഷുഗർ സിറപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ. ഒരുപാട് നേരമൊന്നും വേണ്ട. അതല്ലെങ്കിൽ അടുത്ത ബാച്ച് റെഡി ആവുന്നത് വരയ്ക്കും ഇതിലേക്ക് ഒന്ന് സോക്ക് ചെയ്യാനിടാം. അത്രയും മതി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാനും ഫ്രൈ ചെയ്തിട്ട് ഷുഗർ സിറപ്പിൽ ഇടാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാ പാൽ കേക്കും ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് സോക്ക് ചെയ്തിട്ട് എടുത്തേക്കുന്നതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലേക്കിട്ട് അലിഞ്ഞു പോകുന്ന പരുവത്തിലുള്ള നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയ അടിപൊളി പാൽ കേക്കാണ്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, സോഫ്റ്റ് ആയിട്ട് കേട്ടോ. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പാൽ കേക്കാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഉള്ളു വേവാതിരിക്കും, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ പാൽ കേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്